പ്രായോഗിക വശം എന്താന്ന് വെച്ചാൽ നമ്മൾ പലരും കൈകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ, അതായത് ടൈപ്പിങ്ങും പ്രോഗ്രാമിങ്ങും ഒക്കെ ഇതെല്ലാം തന്നെ ഇന്ന് കമ്പ്യൂട്ടർ ചെയ്യുന്നു, ഇന്റലിജൻസ് സിസ്റ്റംസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ാണ് നമ്മളൊക്കെ എല്ലാം +1 ചെയ്യുന്നത്. അപ്പൊ ഇന്ന് വിദ്യാഭ്യാസത്തിന് എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യം വീണ്ടും ചോദിക്കപ്പെടുന്നു. വിവേകാനന്ദ സ്വാമികൾ പറയും, എഡ്യൂക്കേഷൻ 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 അലോൺ is the panacea of all social ills. എല്ലാ സാമൂഹ്യ സമുദായ പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, അതാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിനെ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. ഈ സംസ്ഥാനത്തിൽ ഇരുന്നാൽ മനസ്സിലാവില്ല, പുറത്തു പോയാൽ മനസ്സിലാവും. നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ ഒരുപാട് യാത്ര ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും എനിക്ക്. അപ്പൊ അങ്ങനെ എയർപോർട്ടിൽ പോകുമ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് പിടിക്കുമ്പോഴും അവിടെ വന്ന് ഇറങ്ങുമ്പോഴും അവിടെ ഉള്ള ഒരു ശാന്തത അത് വേറെ ഒരു എയർപോർട്ടും ഇല്ല. കൊൽക്കത്ത എയർപോർട്ടിന്റെ കാര്യം പറഞ്ഞാൽ അവിടെ പോയാൽ തന്നെ എന്തോ ഒരു, നമ്മുടെ ഇവിടെ സ്ഥലത്തൊക്കെ പേര് മീൻ ചന്ത എന്നാണ്, പക്ഷെ ആ എയർപോർട്ട് യഥാർത്ഥത്തിൽ മീൻ ചന്ത തന്നെയാണ്. അവിടെ പോയാൽ ടാക്സിയെ എന്ന് പറഞ്ഞു ഒരുപാട് ഒച്ചയും ബഹളവും. അപ്പൊ ഇവർക്കൊക്കെ മര്യാദയ്ക്ക് എങ്ങനെ പെരുമാറണം ഉള്ള ആ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. സർട്ടിഫിക്കറ്റും ഡിഗ്രികളും ഒക്കെ കിട്ടിയ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, പക്ഷെ സമൂഹത്തിൽ എങ്ങനെ ഇടപഴകണം എന്നുള്ള വിദ്യാഭ്യാസം അവർക്ക് എവിടെയോ കിട്ടാതെ പോയി. നമ്മുടെ സംസ്ഥാനം ജനിച്ച ആദ്യ ദിവസം തൊട്ട് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഒരുപാട് ചെലവ് ചെയ്തു, അതിൽ നാം ശ്രദ്ധിച്ചു. അത് മാത്രമല്ല, അതിനു മുമ്പും